ഹലോ വെൽക്കം ബാക്ക് ടു മിസ്സസ് മലബാർ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു പേടൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സാധാരണ പേട നമ്മൾ പാൽ കുറുക്കി അല്ലെങ്കിൽ പാൽപ്പൊടി വെച്ചിട്ട് അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കൽ. ഇതിനതൊന്നും വേണ്ട, പാലും വേണ്ട പാൽപ്പൊടിയും വേണ്ട. വെറും പൊട്ടുകടലയും നെയ്യും പഞ്ചസാരയും ഈ 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അതുപോലെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുക. സ്റ്റവ് കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 3 മിനിറ്റ് തന്നെ മതിയാവും ഇത് ഉണ്ടാക്കിയെടുക്കാൻ. പെട്ടെന്ന് തന്നെ കഴിയും, പക്ഷെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. നമ്മുടെ സോൻ പാപ്പടി ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഒന്ന് പോയിട്ട് ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ആദ്യം നമ്മുടെ പൊട്ടുകടല നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ പ്രീതി സോഡിയാക്കിൻ്റെ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത്. ഇത് ശരിക്കും ചട്നി ജാറാണ്, പക്ഷേ ഇതിൽ നമുക്ക് എന്ത് വേണമെങ്കിലും പൊടിക്കാനും പറ്റും. ഞാനിതിൻ്റെ റിവ്യൂ ഇട്ട സമയത്ത് കുറേ പേര് ചോദിച്ചിരുന്നു ഈ മിക്സി യൂസ് ചെയ്തിട്ട് നമുക്ക് മസാലപ്പൊടികളൊക്കെ ആക്കാൻ പറ്റുമെന്ന്. ഇതിലെന്തും പൊടിഞ്ഞ് കിട്ടും, പക്ഷേ ഇങ്ങനെ ബാച്ച് ആക്കിയിട്ട് ചെയ്യുക. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ അത് ഓവർലോഡ് ആവും. അപ്പോൾ ഞാൻ ഈ കടല ബാച്ച് ആക്കിയിട്ടാണ് 2 ബാച്ച് ആക്കിയിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. ഇത് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു കിട്ടും, ഒരു 30 സെക്കൻഡിൻ്റെ അടുത്തൊക്കെ മതി. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ബാക്കിയുള്ള കടലയും കൂടെ ഇതുപോലെ പൊടിച്ചെടുക്കാം. ഇനി ഞാനിപ്പോൾ പഞ്ചസാര പൊടിച്ചതാണ് ചേർക്കുന്നത്. ഇത് ഏകദേശം 1 കപ്പിൻ്റെ അടുത്തോളം ഉണ്ട്. ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നെയ്യ് ചേർത്ത് കൊടുക്കുക. ശരിക്കും നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് നെയ്യിൽ തന്നെ കുഴച്ചെടുക്കണം, വേറെ ഒന്നും ചേർക്കാതെ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പക്ഷെ അത് ഹെൽത്തി അല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നമ്മുടെ ചപ്പാത്തി മാവ് ഉണ്ടാവുമല്ലോ, ആ ഒരു കൺസിസ്റ്റൻസിയിൽ കുഴച്ചെടുക്കുകയാണ്. പിന്നെ ഇതിൽ നമുക്ക് ഏലക്കായൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക, അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടും. എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല, സാധാ പ്ലെയിൻ ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഇത് ഉരുട്ടിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം കയ്യിൽ കുറച്ച് വെള്ളം തടവുക. വെള്ളം അല്ലെങ്കിൽ ഓയിലോ നെയ്യോ യൂസ് ചെയ്യുക. എന്നിട്ട് കുറച്ചായിട്ട് ഇതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയെടുക്കുക. അങ്ങനെ ഞാനിപ്പോൾ ഇതെല്ലാം പേടൻ്റെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് ഒരു പ്ലേറ്റിൽ പുഡിങ്ങൊക്കെ സെറ്റ് ചെയ്യുന്ന പോലെ അങ്ങനെ ഒരുമിച്ച് സെറ്റ് ചെയ്തിട്ട് പിന്നെ കട്ട് ചെയ്തിട്ട് എടുക്കാനും പറ്റും. അതും കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഞാനിപ്പോൾ സിമ്പിളായിട്ട് ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ മേലെയായിട്ട് ഓരോന്നിൻ്റെ മേലെയും ബദാമിൻ്റെ പീസസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ക്വാണ്ടിറ്റി വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ സൈസിലുള്ള ഒരു 13-14 പേട വരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് അത്യാവശ്യം വലുപ്പമുണ്ട്. കുറച്ച് ചെറുതാക്കി ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ ചെയ്യുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. നമുക്ക് പെട്ടെന്നൊക്കെ ഒരു സ്വീറ്റ് കഴിക്കണം തോന്നിക്കുകയാണെങ്കിൽ ഇത് ഉണ്ടാക്കുക, നല്ല അടിപൊളിയാണ്. ശരിക്കും ആ കടലയാണിത് എന്നുള്ളത് അത്ര പെട്ടെന്ന് മനസ്സിലാവില്ല, കുറച്ച് കഴിഞ്ഞാലേ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫോട്ടോസൊക്കെ അയച്ച് തരിക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകിൽ താഴെ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലേക്ക് മെസ്സേജ് അയക്കുക. മിസ്സസ് മലബാർ തന്നെയാണ് ഇൻസ്റ്റ ID. എന്തായാലും എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ റെസിപ്പീസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്